ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഇന്ന് ഞാൻ ഒരു ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക, ഇങ്ങനെ നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരി എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ടാണ് പോകുന്നത്. ഈ ശീമച്ചക്ക, കടച്ചക്ക, ഇത് കൂടാതെ വേറെ വല്ല പേരുകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എനിക്ക് ഈ 2 പേര് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പകുതി പാർട്ടെടുത്ത് കറി വെക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പാർട്ട് എടുത്തിട്ട് ഇത് നമുക്ക് ചെത്തി വൃത്തിയാക്കി, ഇതിനൊരു കറയുണ്ട്, അതൊക്കെ ഇതുണ്ട്. നമ്മുടെ മറ്റേ ചക്കയുടെ പോലെ അത്രയും കറയില്ലെങ്കിലും അത്യാവശ്യം കറയുണ്ട് ഇതിന്. അപ്പോൾ ഇത് നമ്മൾ ഈ തൊലി ചെത്തുമ്പോൾ ആ കറയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ഒക്കെ പിച്ചാത്തി ആണെങ്കിലും കൈ ആണെങ്കിലും ഒരു ഒട്ടലുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ കഴുകി നല്ലപോലെ ചെത്തി വൃത്തിയാക്കി കഴുകി ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ഓക്കെ, ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് 2ആയിട്ട് മുറിച്ചു. കണ്ടോ, ഇതിനുള്ളൊരു കറ വരുന്ന കണ്ടില്ലേ? അപ്പോൾ 2 പാർട്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി എടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇതുണ്ട് 4ആയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊലി ചെത്തി കളയാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇതതിൻ്റെ കൂഞ്ഞാണ്. ഇതെല്ലാം അങ്ങ് ചെത്തി കളയണം. ഇതൊക്കെ വേകാൻ പാടാണ്, അതുപോലെ വലിയ ടേസ്റ്റൊന്നും ഇല്ല. അപ്പോൾ ഈ പാർട്ടെല്ലാം ചെത്തി കളയണം. നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലൊക്കെ തൊലി ചെത്തി മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഈ വെള്ളത്തിലോട്ടിട്ടു. ഇനി ഇത് നല്ലപോലൊക്കെ കഴുകി ചെറിയ പീസുകളായി നമ്മുടെ ബീഫ് കറി വെക്കത്തില്ലേ, അതുപോലെ തീരെ കുഞ്ഞല്ല, അത്യാവശ്യം പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇത് കട്ട് ചെയ്തെടുക്കുക. പൊട്ടറ്റോ കറി വെക്കാനും വേണ്ടി പൊട്ടറ്റോ കട്ട് ചെയ്യത്തില്ലേ, ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ, അതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് കഴുകി ഈ വെള്ളം കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ കറയൊക്കെ അങ്ങോട്ട് പോയിക്കോളും. വലിയ കറയൊന്നുമില്ല, മറ്റേ സാധാ നമ്മൾ വേവിക്കുന്ന ചക്കയുടെ അത്രയും കറയൊന്നും ഇതിനില്ല കേട്ടോ. എന്നാൽ അത്യാവശ്യം കണ്ടില്ല, എൻ്റെ കൈ കണ്ടോ, ഈ കൈ ഒട്ടുന്ന കണ്ടില്ലേ? ഒരല്പം വെളിച്ചെണ്ണയൊക്കെ കയ്യിലോട്ട് തൂത്ത് കഴിയുമ്പോൾ അരക്കൊക്കെ അങ്ങ് പോയി കിട്ടും. കണ്ടോ, ഇതുപോലെ ഒരു കറയുണ്ട് ഇതിന്. ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. അതിനിവിടെ ചെറിയ പീസുകളായിട്ട് മുറിക്കാൻ പാകത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലൊക്കെ കട്ട് ചെയ്ത് എടുക്കുക. ഇപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേഗം കയ്യേൽ കണ്ടോ, എൻ്റെ കയ്യേലെ കറയെല്ലാം പോയി. ഞാനൊരു അല്പം വെളിച്ചെണ്ണ കയ്യെ തൂത്തു ഈ പിച്ചാത്തിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്ത് തടവിയിട്ടുണ്ട്. അപ്പോൾ ആ കയ്യേലെ ഒട്ടൽ, ആ കറയെല്ലാം പോയി കിട്ടി. ഇനി ഇത് നമുക്ക് നല്ലപോലെ കഴുകി വാരി എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമ്മുടെ കറി വെക്കാനാവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, 2 വലിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള അതെടുത്ത്, പിന്നെ ബാക്കി ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത്രയും മതിയാവും. ഇനി ഒരു 4 പച്ചമുളകും കൂടെ എൻ്റെ കൂട്ടത്തിൽ 4-5, ഇതിപ്പോൾ ഞാൻ ഫ്രഷായിട്ടുള്ള പച്ചമുളക് പറിച്ചുകൊണ്ട് വന്നതാണ്. ഇത്രയും മതി ഇതിനകത്ത് ഇടുന്നുള്ളൂ. ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്ര വെളുത്തുള്ളിയും കൂടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നടുവേ പിളർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ചെറിയ ഉള്ളി ആയതുകൊണ്ട്, ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് ഇത് പൊളിച്ചത് മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടുവേ പിളർത്തുന്നില്ല. വലുതല്ല, ഇതുപോലെ നടുക്ക് ഒന്ന് പിളർന്ന് കൊടുക്കണം. അപ്പോൾ അത്
ഇത് കട്ട് ചെയ്തെടുക്കുക. ഈ ചെറിയ ഉള്ളി അതുപോലെ നടുവേ ഒന്ന് പിളർത്തി കൊടുക്കുക. ഈ വലുത് കട്ട് ചെയ്തിടണം. കണ്ടല്ലോ, നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ അടുത്തടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശീമശക്ക കഴുകി വൃത്തിയാക്കി അത് ഇവിടെ വെച്ചു. ഒരു ചെറിയ മുറി തേങ്ങ കൊത്തിയിട്ടുണ്ട്. ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കൊരു 3 ഇതുണ്ടോ ഏലക്ക ഒരു 3 എണ്ണം, ഗ്രാമ്പു ഒരു 4-5 പീസ് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. കുറച്ച് പെരുംജീരകം, ഇത്രയും പെരുംജീരകം മതി. ഇതൊന്ന് ചൂട് പിടിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം വഴറ്റി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ചെറിയ തോതിൽ ചൂടായാൽ മതി. കൈകൊണ്ട് തന്നെ, അതായത് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയത്തില്ലേ, അപ്പോൾ ഈ കൈകൊണ്ട് തന്നെയാണ് ഞാനങ്ങ് ഇളക്കും കേട്ടോ. ചട്ടിയെ മുട്ടാതെ ഇളക്കുന്നതുകൊണ്ടാണ് എൻ്റെ കൈ പൊള്ളാത്തത്. ഞാൻ ആ പെരുംജീരകത്തെ മാത്രം ടച്ച് ചെയ്യുന്നുള്ളൂ. സ്പൂൺ ഇവിടെ ഉണ്ട്, പെട്ടെന്ന് ചെറിയൊരു ചൂട് മതി, അതുകൊണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് എന്നിട്ട് തണുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഇതിനകത്തോട്ടിട്ട് ഇടിച്ചെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി സാധനം ഇതിന് മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കിട്ട് ഇടിച്ചാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഇടിമുട്ടിക്കകത്ത് നമ്മൾ വറുത്ത് വെച്ച പെരുംജീരകവും ഏലക്കായും ഗ്രാമ്പും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ആ കൂടെ ഇടിക്കുമ്പോൾ ഒരിച്ചിരി കുരുമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് ഇടിച്ച് എടുത്ത് വെക്കാം. ഈ ഒരു കാര്യം കൂടെ, അതായത് ഇതുണ്ടോ, ഇത് സാജീരകമാണ്. ഈ സാജീരകം കൂടെ ഒരു 1/4 ടീസ്പൂൺ സാജീരകം എടുത്തിട്ടുണ്ട്. പെരുംജീരകമല്ല, നമ്മുടെ സാജീരകം. അത് പ്രത്യേകം പറഞ്ഞ് കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ഈ പെരുംജീരകം ഇതിൻ്റെ കൂട്ടിലേക്കിട്ട് ഒന്നും കൂടെ ഒന്ന് ഇടിച്ചെടുക്കണം. ഇത് ഇല്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മറ്റേൻ്റെ കൂട്ടത്തിലിട്ട് ഞാൻ കാണിച്ചു തരാതിരുന്നത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടിച്ചെടുക്കും. നമ്മുടെ മസാലകളെല്ലാം എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബീഫ് മസാല. ഈ സ്പൂണിനൊരു 1.5 സ്പൂണ് ബീഫ് മസാല ഉണ്ട്. ഇത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഉലുവാപ്പൊടി, 1/2 സ്പൂണ്, ഇതിന് 1/2 സ്പൂണ് മുളക് പൊടി. ഇത് നമ്മൾ ഇടിച്ച് വെച്ച നമ്മുടെ ഏലക്ക, പെരുംജീരകം, ഗ്രാമ്പൂ, സാജീരകം, ഇതെല്ലാം കൂടെ ഇടിച്ചെടുത്തത്. ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടപ്പേ വെച്ച് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മുടെ ഈ തേങ്ങാക്കൊത്ത്, നമുക്ക് നമ്മുടെ ബീഫിന് നമ്മൾ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുന്നത് പോലെ ഈ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മുടെ തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിടുമ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങാക്കൊത്തയിൽ നല്ല ഉപ്പൊക്കെ, പാകത്തിന് ഉപ്പൊക്കെ പിടിച്ച് നമുക്ക് ആ തേങ്ങാക്കൊത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. കാരണം തേങ്ങാക്കൊത്തിനുള്ള ഉപ്പെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ബാക്കി ഉപ്പ് ചേർക്കുമ്പോൾ ഇതിൻ്റെ കാര്യം മറന്നു പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. തേങ്ങാക്കൊത്ത് ഇവിടെ മൂത്തിട്ടുണ്ട്. ഈ ഉള്ളിയെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ ഉള്ളിയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇവിടെ അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കണം. മസാലപ്പൊടികളെല്ലാം ഈ ഉള്ളിക്കകത്ത് കിടന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ഈ ശീമച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഗ്രേവിയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഈ ശീമച്ചക്ക ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരല്പം കുറച്ച് വെള്ളം കൂടെ ഡയറക്റ്റ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാതെ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ ഇരുന്ന് നല്ല പോലൊക്കെ വെന്ത് ഗ്രേവിയെല്ലാം ഒന്ന് കുറുകി വരണം. തടയൊക്കെ കയറി കഴിയുമ്പോൾ നമുക്കിനി ഉപ്പ് വേണമെന്ന് നോക്കാം. അതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രേവിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒരല്പം തിളച്ച് നല്ലപോലൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കൊരല്പം കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ തിക്കായി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരല്പം വറവ് ഇതിലേക്ക് ഇടുക, തൂമിച്ചൊഴിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. ഒരല്പം കടുകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മല്ലിയിലയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. മൈസൂർ മല്ലിയാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കായപ്പൊടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തള കയറിയപ്പോൾ ഞാനിതിൽ കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിരുന്നു. മൂത്തിട്ടുണ്ട്. അത് നമ്മുടെ കറിയിലേക്ക് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമ്മുടെ ചീമച്ചക്കയുടെ കറി.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇതുപോലെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.